ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മേഘമൽഹാർ കഥയുടെ 5ാമത്തെ ഭാഗമാണ്. 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മേഘമൽഹാർ എന്ന പേരിലൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിറ്റേ ദിവസം പതിവ് പോലെ കോളേജ് തുടങ്ങി. ഇന്നലെ നടന്ന സംഭവങ്ങളുടെ യാതൊരു ടെൻഷനുമില്ലാതെ വളരെ ഉഷാറിലായിരുന്നു മാളു. എന്നാൽ ആമിക്ക് അപ്പോഴും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇന്നലെ സ്റ്റാഫ് റൂമിൽ ചെന്ന് അത്രയും വലിയ ഡയലോഗ് അടിച്ചിട്ട് വന്ന മാളുവിന് അഭിമന്യു എന്തെങ്കിലും പണി കൊടുക്കാതിരിക്കില്ല എന്ന് അവൾക്കുറപ്പായിരുന്നു. ഫസ്റ്റ് അവർ തുടങ്ങാനുള്ള ബെല്ലടിച്ചതും അഭിമന്യു ക്ലാസ്സിലേക്ക് കയറി വന്നു. എപ്പോഴത്തെയും പോലെ ക്ലാസ്സിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത പരന്നു. ടേബിളിനരികിൽ വന്ന് നിന്ന അവൻ കയ്യിലുണ്ടായിരുന്ന ഫയല് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ക്ലാസ്സിനെ ഒന്നാകെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഇന്റേണൽ മാർക്കിന് വേണ്ടി ഞാനൊരു അസൈൻമെന്റ് തരാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഒരുപാട് ഡാറ്റ കളക്ഷനും റെഫറൻസും ഇതിനാവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും 5 പേരുള്ള ഗ്രൂപ്പായിട്ട് ഇത് ചെയ്യാം. അത് കേട്ടതും ക്ലാസ്സിലുള്ളവർക്ക് വലിയ ആശ്വാസമായി. ഗ്രൂപ്പായിട്ട് ചെയ്യാനല്ലേ, അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ. കുട്ടികൾ പരസ്പരം നോക്കി സന്തോഷത്തോടെ ചിരിക്കാൻ തുടങ്ങിയതും അഭിമന്യു വീണ്ടും പറഞ്ഞു, നിങ്ങൾ സ്വന്തമായിട്ട് ഗ്രൂപ്പാവണ്ട, ഞാൻ തന്നെ ഗ്രൂപ്പ് തിരിച്ചു തരാം. ഞാൻ പേര് വിളിക്കുന്നവർ 5 പേർ വീതമുള്ള ഗ്രൂപ്പായി മാറണം. എന്നിട്ട് അവൻ തൻ്റെ കയ്യിലുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ തുറന്ന് പേരുകൾ വിളിക്കാൻ തുടങ്ങി. ആമിയും മാളുവും എപ്പോഴും ഒരേ ഗ്രൂപ്പിൽ വരാറുള്ളതുകൊണ്ട് മാളു വളരെ കൂളായിരിക്കുകയായിരുന്നു. എന്നാൽ 2ാമത്തെ ഗ്രൂപ്പിലേക്ക് അവൻ ആമിയുടെ പേര് വിളിച്ചു, കൂടെ വേറെ 4 കുട്ടികളെയും. മാളു അവളുടെ പേരിനായി കാത്തിരുന്നു. ഓരോ ഗ്രൂപ്പിലേക്കും 5 പേരെ വെച്ച് അവൻ വളരെ കൃത്യമായി തിരിച്ചു. ഒടുവിൽ ക്ലാസ്സിലെ എല്ലാവരെയും അവൻ ഗ്രൂപ്പുകളാക്കി മാറ്റി. അപ്പോഴാണ് മാളുവിനൊരു കാര്യം മനസ്സിലായത്. ആ ക്ലാസ്സിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 5 പേരുടെ ഗ്രൂപ്പുകൾ തിരിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരാൾ ബാക്കി വരും. അഭിമന്യു വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മാളുവിനെ ഏറ്റവും അവസാനത്തേക്ക് മാറ്റിയതായിരുന്നു. ക്ലാസ്സിലെ എല്ലാവരും ഗ്രൂപ്പായി തിരിഞ്ഞപ്പോൾ മാളു മാത്രം ആരുമില്ലാതെ ഒറ്റയ്ക്കായിപ്പോയി. അഭിമന്യു രജിസ്റ്റർ മടക്കി വെച്ച് വളരെ ഗൗരവത്തിൽ എന്നാൽ ചുണ്ടിലൊരു കള്ളച്ചിരിയോടെ മാളുവിനെ നോക്കി. എന്താ മാളവിക, ക്ലാസ്സിൽ എല്ലാവർക്കും ഗ്രൂപ്പായല്ലോ, താൻ മാത്രം ഒറ്റയ്ക്കായല്ലേ? അവൻ ചോദിച്ചു. അവൻ തന്നെ കരുതിക്കൂട്ടി ഒറ്റപ്പെടുത്തിയതാണെന്ന് മാളുവിന് നന്നായി മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ഓ സാരമില്ല, താൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പുകളെ പോലെ വലിയ ടോപ്പിക്കൊന്നും ചെയ്ത് കഷ്ടപ്പെടണ്ട. ഒരു കാര്യം ചെയ്, തനിക്ക് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള വേറൊരു ടോപ്പിക്ക് തരാം. അവൻ വളരെ അനുഭാവം നടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ തൻ്റെ ഡയറിയിൽ നിന്നൊരു പേപ്പർ എടുത്ത് അതിലൊരു ടോപ്പിക്ക് എഴുതി മാളുവിന് നേരെ നീട്ടി. മാളു ചെന്നത് വാങ്ങി നോക്കി. ആ ടോപ്പിക്ക് കണ്ടതും അവളുടെ കണ്ണ് തള്ളിപ്പോയി. സിമ്പിൾ ടോപ്പിക് എന്ന് പറഞ്ഞ് അയാൾ കൊടുത്തിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കുട്ടികൾക്ക് പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വളരെ ടഫായൊരു വിഷയമാണ്. അവളുടെ പിന്നിൽ നിന്ന ആമയും അത് കണ്ട് ഞെട്ടിപ്പോയി. മാളു ഞെട്ടി നിൽക്കുന്നത് കണ്ട് അഭിമന്യുവിൻ്റെ മുഖത്തെ ആ ചിരി ഒന്നുകൂടി വ്യക്തമായി. എല്ലാവർക്കും ഒരാഴ്ചയാണ് സമയം.
അടുത്ത തിങ്കളാഴ്ച രാവിലെ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. അഭിമന്യു ക്ലാസ്സിലോട്ടായി പറഞ്ഞു. എന്നിട്ടവൻ വീണ്ടും മാളുവിനെ നോക്കി ചോദിച്ചു, എന്താടോ, 5 പേർ ചേർന്ന് ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് തനിക്ക് ഒറ്റയ്ക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കേണ്ടത്. ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞോ, ഞാൻ വേറെ വല്ല എളുപ്പമുള്ള ടോപ്പിക്കും തരാം. അല്ലെങ്കിൽ തനിക്ക് ഞാൻ എക്സ്ട്രാ സമയം നീട്ടിത്തരാം. വേണോ? താൻ ഇത് ചെയ്യാൻ കഴിയില്ലെന്നും വേറെ ടോപ്പിക്ക് വേണമെന്നും പറഞ്ഞ് അയാളുടെ മുന്നിൽ തോൽവി സമ്മതിക്കുന്നത് കാണാനാണ് ഈ നിൽപ്പ്. ഇന്നലത്തെ സംഭവത്തിന് അയാൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തന്നിരിക്കുന്ന 8ന്റെ പണിയാണിതെന്ന് മാളുവിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. മാളു ആ പേപ്പർ ഒന്നുകൂടി മുറുകെ പിടിച്ചു. അവളുടെ മുഖത്തെ ആ പതർച്ച പെട്ടെന്ന് മാറി അവിടെ വാശി നിറഞ്ഞു. അവൾ തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല സാർ. ബാക്കിയുള്ള ഗ്രൂപ്പുകൾ സബ്മിറ്റ് ചെയ്യുന്ന അതേ ദിവസം കൃത്യസമയത്ത് തന്നെ ഈ അസൈൻമെന്റ് പൂർത്തിയാക്കി ഞാൻ സാറിൻ്റെ ടേബിളിൽ വച്ചിരിക്കും. അവളുടെ ആ മറുപടി അഭിമന്യു ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൻ കരുതിയത് അവൾ പേടിച്ച് എളുപ്പമുള്ള ടോപ്പിക്ക് ചോദിക്കുമെന്നാണ്. അവളുടെ ആ ചങ്കൂറ്റവും തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ആ കണ്ണുകളിലെ വാശിയും കണ്ടപ്പോൾ അവനിൽ ചെറിയൊരു അത്ഭുതം തോന്നിയെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല. കാണാം, 5 പേർ ഒരാഴ്ച കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ ടോപ്പിക്ക് നീ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്തു തീർക്കുമെന്ന് എനിക്കൊന്ന് കാണണം, അവൻ മനസ്സിൽ വിചാരിച്ചു. ഒന്നും മിണ്ടാതെ അവൻ തിരിഞ്ഞു നടന്ന് മറ്റു ഗ്രൂപ്പുകൾക്ക് ടോപ്പിക്കുകൾ കൊടുക്കാൻ തുടങ്ങി. ക്ലാസ് കഴിഞ്ഞതും ആമി മാളുവിൻ്റെ കൈക്ക് പിടിച്ചു. മാളു, നിനക്കെന്താ ശരിക്കും വട്ടാണോ? ആ സാറ് തന്നിരിക്കുന്ന ആ ടോപ്പിക്ക് നീ ഒന്ന് നോക്കിയേ. 5 പേർ വിചാരിച്ചാൽ പോലും ഒരാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാൻ പാടുപെടും. നീ എന്തിനാ വെറുതെ ആളുടെ മുന്നിൽ പോയി ഈ ശബ്ദം എടുത്തത്? മാളു ആ പേപ്പറിലേക്ക് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. എനിക്കറിയാം ആമി, ഇതത്ര എളുപ്പമല്ലെന്ന്. പക്ഷേ ആ സമയത്ത് അയാളുടെ പുച്ഛം നിറഞ്ഞ ചിരി കണ്ടപ്പോൾ തോറ്റുകൊടുക്കാൻ എൻ്റെ വാശി സമ്മതിച്ചില്ല. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരാഴ്ച കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇത് അയാളുടെ ടേബിളിൽ കൊണ്ടുപോയി വെക്കും. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന അയാളുടെ വിചാരം എനിക്ക് മാറ്റണം. മാളുവിൻ്റെ ആ വാശി കണ്ടപ്പോൾ ആമി പിന്നൊന്നും പറയാൻ പോയില്ല. അസൈൻമെന്റ് കിട്ടിയ ദിവസം മുതൽ മാളുവിൻ്റെ ലോകം ആ കോളേജ് ലൈബ്രറിയിലെ 4 ചുവരുകൾക്കുള്ളിലായി എന്ന് തന്നെ പറയാം. ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ 5 പേരുള്ളതുകൊണ്ട് ഒരുപാട് സമയമെടുക്കാതെ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് തീർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മാളുവിന് ഡാറ്റ കളക്ഷനും റെഫറൻസുമെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ക്യാൻറ്റീനിൽ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴുമൊക്കെ ആമി അവളെ സഹായിക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും മാളു സമ്മതിക്കില്ലായിരുന്നു. വേണ്ട ആമി, ഇതെൻ്റെ വാശിയാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ പറഞ്ഞില്ലേ, ഇത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തീർത്തോളാം എന്നായിരുന്നു അവളുടെ മറുപടി. ആദ്യത്തെ 2 ദിവസം ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ മാളു ലൈബ്രറിയിൽ ഒരു വലിയ മേശയ്ക്ക് ചുറ്റും പുസ്തകങ്ങൾ നിരത്തി വെച്ച് കഷ്ടപ്പെടുകയായിരുന്നു. ക്യാൻറ്റീനിൽ പോകുമ്പോൾ ആമി അവളെ നിർബന്ധിച്ച് വിളിക്കുമെങ്കിലും ഇതിലൊരു ഭാഗം കൂടി തീർത്തിട്ട് ഞാൻ വരാം, നീ പോയി കഴിച്ചോ എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ ഇരിക്കും. 2ാം ദിവസം ഉച്ചയ്ക്ക് ക്ലാസ്സുകളൊക്കെ ബ്രേക്കായ സമയം. ലൈബ്രറിയിൽ അധികം ആളുകളില്ല. മാളു ഒരു വലിയ പുസ്തകത്തിൽ നിന്ന്
പോയിന്റുകൾ വളരെ വേഗത്തിൽ എഴുതിയെടുക്കുന്ന തിരക്കിലാണ്. വിശപ്പും ഉറക്കക്ഷീണവും അവളുടെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. ഇടയ്ക്ക് കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് അവൾ വീണ്ടും എഴുത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അപ്പോഴാണ് ലൈബ്രറിയിലെ പഴയ ജേണലുകളുടെ സെക്ഷൻ അന്വേഷിച്ച് അഭിമന്യു അങ്ങോട്ടേക്ക് വന്നത്. അവനൊപ്പം ശ്രേയയും ഉണ്ടായിരുന്നു. കോളേജിലെ പുതിയ ഗസ്റ്റ് ലെക്ചറാണ് ശ്രേയ. വലിയ പത്രാസുകാരിയായ അവൾക്ക് വന്ന അന്ന് മുതൽ അഭിമന്യുവിനോട് വല്ലാത്തൊരു ക്രഷാണ്. അതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവൾ അവൻ്റെ പിന്നാലെ തന്നെ കാണും. അഭി സാർ, ഈ പഴയ ജേണലുകളൊക്കെ ഈ ഉച്ചയ്ക്ക് എന്തിനാ ഇപ്പം നോക്കുന്നത്? സമയം എത്രയായെന്ന് നോക്കിയേ. നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം പ്ലീസ്. ശ്രേയ അവനോട് വളരെ അടുത്ത് നിന്നുകൊണ്ട് കുഴഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അഭിമന്യുവിന് അവളുടെ ഈ പിന്നാലെ നടപ്പ് വലിയ ശല്യമായിട്ട് തോന്നിയിരുന്നു. ശ്രേയ മാഡം, മാഡം പോയി കഴിച്ചോളൂ. എനിക്ക് ഈ സെക്ഷനിൽ കുറച്ച് വർക്കുണ്ട്, ഞാൻ വന്നോളാം. അവൻ വളരെ ഗൗരവത്തിൽ തന്നെ മറുപടി പറഞ്ഞു. അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോഴാണ് അകലെയുള്ള ഒരു ടേബിളിൽ ബുക്കുകൾക്ക് നടുവിലിരിക്കുന്ന മാളുവിനെ അവൻ കണ്ടത്. അവൻ്റെ നോട്ടം പെട്ടെന്ന് അവിടെ ഉടക്കി. ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഈ സമയം ക്യാൻറ്റീനിലും ഗ്രൗണ്ടിലുമൊക്കെ ആയിരിക്കുമെന്ന് അവനറിയാം. പക്ഷെ ഇവൾ മാത്രം ഇവിടെ ഇരുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഈ അസൈൻമെൻറ്റിന് പിന്നാലെയാണ്. അവളുടെ ആ കഷ്ടപ്പാടും മുഖത്തെ ആ ഡെഡിക്കേഷനും കണ്ടപ്പോൾ അഭിമന്യുവിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് അവളോട് ചെറിയൊരു ബഹുമാനം തോന്നി. വെറുമൊരു അഹങ്കാരിയായ വിദ്യാർത്ഥിനി മാത്രമല്ല അവൾ. കൊടുത്ത വാക്ക് പാലിക്കാൻ എന്ത് കഷ്ടപ്പാടും സഹിക്കാനുള്ള ഒരു തീവ്രമായ വാശിയും അവൾക്കുണ്ടെന്ന് അവന് മനസ്സിലായി. തൻ്റെ മുന്നിൽ തോൽക്കാതിരിക്കാൻ വേണ്ടി അവൾ എടുക്കുന്ന എഫേർട്ട് കണ്ട് അവനറിയാതെ തന്നെ കുറച്ചു നേരം അവളെ നോക്കി നിന്നുപോയി. സാർ, സാർ എന്താ അവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? ശ്രേയയുടെ അല്പം ഈർഷ്യ കലർന്ന ചോദ്യം കേട്ടപ്പോഴാണ് അവൻ ഞെട്ടി ഉണർന്നത്. ശ്രേയയും അവൻ നോക്കിയ ദിക്കിലേക്ക് നോക്കി. അവിടെ മാളു ബുക്കുകളിൽ തലപൂഴ്ത്തിയിരിക്കുന്നത് കണ്ട് അവളുടെ മുഖത്ത് ഒരു പുച്ഛം വന്നു. അഭിമന്യു ഒരു വിദ്യാർത്ഥിനിയെ ഇത്ര ശ്രദ്ധയോടെ നോക്കി നിൽക്കുന്നത് ശ്രേയയ്ക്ക് ഒട്ടും പിടിച്ചില്ല. ഓ, ഈ പെൺകുട്ടിയാണോ? ഇവൾ എപ്പോഴും ഇങ്ങനെയാ അഭി സാർ. ക്ലാസ്സിൽ പഠിക്കുവാനൊന്നും വലിയ ശ്രദ്ധയില്ല. പക്ഷേ അസൈൻമെൻ്റ് ഒക്കെ വരുമ്പോൾ അധ്യാപകരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ലൈബ്രറിയിലൊക്കെ വന്നിരിക്കും. വെറും ഷോ ഓഫ് അല്ലാതെന്ത്? ശ്രേയ വളരെ പരിഹാസത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭിമന്യുവിൻ്റെ മുഖത്തെ ഭാവം മാറി. അവന് എന്തോ വല്ലാത്ത ദേഷ്യം വന്നു. മാളുവിനോട് അവന് എത്ര ദേഷ്യമുണ്ടെങ്കിലും അവൾ കഷ്ടപ്പെടുന്നത് അവൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കാതെയുള്ള ശ്രേയയുടെ ഈ പരിഹാസം അവൻ ഒട്ടും സഹിച്ചില്ല. മാഡം ഒരു അധ്യാപികയല്ലേ, കുട്ടികളെ ഇത്ര പെട്ടെന്ന് വിലയിരുത്താൻ നിൽക്കണ്ട. അഭിമന്യുവിൻ്റെ ശബ്ദം നന്നായി കനത്തിരുന്നു. അവൾ എനിക്കുള്ള അസൈൻമെന്റ് ചെയ്യുന്നതാ. അതെന്തായാലും വെറും ഷോ ഓഫ് അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ശ്രേയയെ നോക്കി വളരെ കണിശമായി അത് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്ക് റാക്കിലേക്ക് വെച്ചു. ശ്രേയയ്ക്കത് വലിയൊരു അടിയായി. അഭിമന്യു ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് തന്നോട് ദേഷ്യപ്പെട്ടത് അവൾക്ക് വല്ലാത്തൊരു ഇൻസൾട്ടായി ഫീൽ ചെയ്തു. അവൾ ദേഷ്യത്തോടെ മാളുവിനെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിയിട്ട് അവിടെ നിന്നും വേഗം ഇറങ്ങിപ്പോയി. ഇതൊന്നും അറിയാതെ മാളു അപ്പോഴും തൻ്റെ നോട്ട്സ്
പൂർത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. റാക്കുകൾക്കിടയിലൂടെ അഭിമന്യു വീണ്ടും ഒളികണ്ണാൽ അവളെ ഒന്ന് നോക്കി. അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ അവൾ ഇടയ്ക്കിടെ ചെവിക്ക് പിന്നിലേക്ക് മാടി ഒതുക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി ആ മുഖത്തെ അഹങ്കാരമോ ദേഷ്യമോ അല്ലാതെ അവളുടെ ആ ഒരു നിഷ്കളങ്കത അവൻ ശ്രദ്ധിക്കുകയായിരുന്നു. അറിയാതെ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് ആരെങ്കിലും കാണുമോ എന്ന് ഭയന്ന് അവൻ മുഖത്തേക്ക് വീണ്ടും ഗൗരവം വരുത്തി ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. അസൈൻമെന്റിന്റെ 3-ാമത്തെ ദിവസം. ലൈബ്രറിയിലെ ആ വലിയ ടേബിളിൽ അപ്പോഴും മാളു തനിച്ചിരുന്ന് കഷ്ടപ്പെടുകയാണ്. ഉറക്കക്ഷീണവും വിശപ്പും കാരണം അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അടഞ്ഞു പോകുന്നുണ്ടെങ്കിലും തണുത്ത വെള്ളം മുഖത്ത് കുടഞ്ഞ് അവൾ വീണ്ടും ബുക്കുകളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. അസൈൻമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി എഴുതാനുള്ളത്. അതിനായി ഒരു പഴയ റഫറൻസ് ബുക്ക് അവൾക്ക് അത്യാവശ്യമായിരുന്നു. ലൈബ്രറിയിലെ സിസ്റ്റത്തിൽ തിരഞ്ഞപ്പോൾ ആ ബുക്ക് എവിടെയാണുള്ളതെന്ന് അവൾക്ക് മനസ്സിലായി. ലൈബ്രറിയുടെ ഏറ്റവും അവസാനത്തെ വരിയിലുള്ള വലിയ റാക്കിലാണ് ആ പുസ്തകമുള്ളത്. അവിടേക്ക് അധികം ആരും പോകാറില്ലാത്തതുകൊണ്ട് വലിയ നിശബ്ദതയായിരുന്നു അവിടെ. മാളു പതുക്കെ നടന്ന് ആ റാക്കിന് മുന്നിലെത്തി. ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് അവൾക്ക് വേണ്ട ആ വലിയ പുസ്തകം ഇരിക്കുന്നത്. കൈയെത്തിച്ചിട്ടും അവൾക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. അവൾ ചുറ്റുമൊന്ന് നോക്കി. കുറച്ചപ്പുറത്തായി ഒരു ചെറിയ മരസ്റ്റോൾ ഇരിക്കുന്നത് കണ്ട് അവളത് വലിച്ച റാക്കിന് താഴെ കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അതിലേക്ക് കയറി നിന്ന് കാലൊന്നുയർത്തി ആ ബുക്കിലേക്ക് കൈനീട്ടി. വിരൽത്തുമ്പുകൾ ആ ബുക്കിൽ തൊടുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ഒന്നുകൂടി ആഞ്ഞു ശ്രമിച്ചു. കട്ടിയുള്ള ആ പുസ്തകം പെട്ടെന്ന് പുറത്തേക്ക് പോന്നതും മാളു നിന്നിരുന്ന സ്റ്റോള് പെട്ടെന്നൊന്ന് തെന്നിമാറി. അവളുടെ ബാലൻസ് പൂർണ്ണമായും തെറ്റി. കയ്യിലുണ്ടായിരുന്ന ആ വലിയ പുസ്തകം വലിയ ശബ്ദത്തോടെ താഴെ വീണു. കൂടെ മാളുവും. അമ്മേ! ഒരു ചെറിയ നിലവിളിയോടെ അവൾ താഴേക്ക് വീഴാൻ തുടങ്ങി. വലിയൊരു വീഴ്ച പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. പക്ഷേ അവൾ തറയിൽ വീണില്ല. അതിനു മുൻപേ വളരെ ശക്തമായ 2 കൈകൾ അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി അവളെ വായുവിൽ താങ്ങി നിർത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ ആ ഷോക്കിൽ മാളു പതുക്കെ കണ്ണുകൾ തുറന്നു. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. തൻ്റെ മുഖത്തിന് നേരെ വളരെ അടുത്തായി നിൽക്കുന്ന അഭിമന്യു. അവൻ്റെ ബലമുള്ള കൈകൾ അവളുടെ ഇടുപ്പിൽ വളരെ സുരക്ഷിതമായി മുറുകെ പിടിച്ചിരുന്നു. മാളുവിൻ്റെ കൈകൾ പേടി കൊണ്ട് അറിയാതെ അവൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരു നിശബ്ദത ആ നിമിഷം അവിടെ നിറഞ്ഞു. സമയം പെട്ടെന്ന് അവിടെ വെച്ച് നിലച്ചതുപോലെ അവർക്ക് തോന്നി. അഭിമന്യുവിൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു. എപ്പോഴും കലിപ്പും ഗൗരവവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകളിൽ അവൾക്ക് അപകടം പറ്റുമോ എന്നുള്ള വല്ലാത്തൊരു പേടിയും കരുതലും അവൾ ആ നിമിഷം വ്യക്തമായി കണ്ടു. മാളുവിനും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് ദേഷ്യം തോന്നേണ്ട ആ മനുഷ്യന്റെ നെഞ്ചിലെ വല്ലാത്തൊരു ഹൃദയമിടിപ്പ് അവളുടെ കൈവെള്ളകളിലൂടെ അവളും അറിയുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളതൊക്കെ മറന്ന് ഒരു നിമിഷം അവർ പരസ്പരം അങ്ങനെ നോക്കി നിന്നുപോയി. അഭിമന്യുവിൻ്റെ ആ നോട്ടത്തിന് മുന്നിൽ മാളുവിൻ്റെ ശ്വാസം നേരിയതായി ഒന്ന് പിടഞ്ഞു. പെട്ടെന്ന് എന്തോ ബോധം വന്നതുപോലെ അഭിമന്യു
വേഗത്തിൽ കണ്ണുകൾ മാറ്റി. താൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് അവന് പെട്ടെന്ന് ഓർമ്മ വന്നു. അവൻ വളരെ പതുക്കെ അവളെ താഴെ നിർത്തി. എന്നിട്ട് തന്നിൽ നിന്നും കുറച്ച് മാറി നിന്ന മാളുവിനെ നോക്കി അവൻ വീണ്ടും ആ പഴയ കലിപ്പൻ മുഖം തിരികെ കൊണ്ടുവന്നു. മാളു അപ്പോഴും ആ വീഴ്ചയുടെയും പെട്ടെന്നുണ്ടായ സ്പർശനത്തിൻ്റെയും ഞെട്ടലിൽ നിന്ന് മാറിയിരുന്നില്ല. അവൾ പേടിയോടെ അവനെ നോക്കി. കണ്ണു കണ്ടൂടെ തനിക്ക്? അഭിമന്യു ശബ്ദം താഴ്ത്തി എന്നാൽ നല്ല ദേഷ്യത്തിൽ ചോദിച്ചു. ആ സ്റ്റൂളിന് ഒട്ടും ബാലൻസ് ഇല്ലെന്ന് നോക്കി അറിയില്ലേ? ഇതിൽ നിന്ന് വീണ് വല്ല കൈയും കാലൊടിഞ്ഞ പിന്നെ അസൈൻമെന്റ് ആരെയും? അതോ അസൈൻമെന്റ് ചെയ്യാതിരിക്കാൻ വേണം വെച്ച് താഴേക്ക് വീണതാണോ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ മാളുവിന് വല്ലാത്ത സങ്കടം വന്നു. അല്ല സാർ, ബുക്ക് എടുക്കാൻ നോക്കിയപ്പോൾ സ്റ്റൂള് തെന്നിയതാ, അവൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇനി ഇത്തരം ബുദ്ധിശൂന്യത കാണിച്ച ഞാൻ ലൈബ്രറിയനോട് പറഞ്ഞ് നിന്നെ ഇവിടുന്ന് പുറത്താക്കും, മനസ്സിലായല്ലോ? അവൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ട് താഴെ വീണു കിടന്ന ആ പുസ്തകമെടുത്ത് അവളുടെ നേരെ നീട്ടി. മാളു വിറയ്ക്കുന്ന കൈകളോടെ ആ പുസ്തകം വാങ്ങി. അവൾ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ അഭിമന്യു വേഗത്തിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ലൈബ്രറിയിൽ നിന്നും പുറത്തിറങ്ങിയ അഭിമന്യു ഒരു ദീർഘനിശ്വാസം വിട്ടു. നെഞ്ചിൽ കൈവച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ഹൃദയം അപ്പോഴും വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവളെ താങ്ങി പിടിച്ചപ്പോൾ, അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവന് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വേഗം അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ഇതേ സമയം ലൈബ്രറിയിൽ ആ പുസ്തകവും നെഞ്ചോട് ചേർത്ത് മാളു അപ്പോഴും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു വീഴ്ചയിൽ നിന്ന് തന്നെ രക്ഷിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം അവൾക്ക് മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും ചീത്ത മാത്രം പറയുന്ന ആളുടെ കണ്ണിൽ ആ സമയത്ത് എന്നോടുള്ള കരുതൽ ഞാൻ ശരിക്കും കണ്ടതല്ലേ? പിന്നെന്തിനാ പെട്ടെന്ന് എന്നോട് അങ്ങനെ ദേഷ്യപ്പെട്ടത്? മാളുവിന് വല്ലാത്തൊരു കൺഫ്യൂഷൻ തോന്നിത്തുടങ്ങി. അവൾ പതുക്കെ തൻ്റെ സീറ്റിലേക്ക് തിരികെ നടന്നു. അസൈൻമെന്റിന്റെ 5-ാമത്തെ ദിവസം. ദിവസങ്ങളോളമുള്ള ഉറക്കമില്ലായ്മയും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതും മാളുവിനെ വല്ലാതെ തളർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾക്ക് താഴെ ചെറിയ കറുപ്പ് നിറം വീണു തുടങ്ങിയിരുന്നു. എങ്കിലും ആ വാശിക്ക് മാത്രം യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അസൈൻമെന്റിന്റെ ഏറ്റവും അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ടോപ്പിക്കിൽ എത്തി നിൽക്കുകയായിരുന്നു മാളു. പക്ഷെ ആ വിഷയത്തെക്കുറിച്ചുള്ള ഡാറ്റ കളക്ഷൻ വലിയൊരു കടമ്പയായിരുന്നു. ലൈബ്രറിയിലെ കാറ്റലോഗ് മുഴുവൻ തിരഞ്ഞിട്ടും അത്യാവശ്യമായി വേണ്ടിയിരുന്ന ആ ഒരു പ്രത്യേക റഫറൻസ് ബുക്ക് മാത്രം അവൾക്ക് കണ്ടെത്താനായില്ല. സമയം ഉച്ചയായി. ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാൻ ആമി വന്ന് നിർബന്ധിച്ചെങ്കിലും മാളു പതിവ് പോലെ തയ്യാറായില്ല. എനിക്ക് ഒട്ടും സമയമില്ല ആമി, നാളെയല്ലേ അവസാനത്തെ ദിവസം. ഈ ബുക്ക് കൂടി കിട്ടിയാലേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചോളാം, നീ പോയി കഴിച്ചിട്ട് വാ. മാളു അവളെ പറഞ്ഞയച്ചു. ആമി പോയതിനു ശേഷം മാളു വീണ്ടും ആ വലിയ ടേബിളിൽ തലയ്ക്ക് കയ്യും കൊടുത്തിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ പരതിയിട്ടും വേണ്ട കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ വലിയൊരു നിരാശ അവളിലുണ്ടായിരുന്നു.
തുടർച്ചയായുള്ള ആ കഷ്ടപ്പാടും ക്ഷീണവും കാരണം അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു പോകാൻ തുടങ്ങി. എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും ഉറക്കം അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ തുറന്നു വെച്ച ആ നോട്ട്ബുക്കിലേക്ക് തലവെച്ച് മാളു ഗാഢമായ ഒരു മയക്കത്തിലേക്ക് വീണു. ആ സമയം സ്റ്റാഫ് റൂമിൽ നിന്ന് നേരെ ലൈബ്രറിയിലേക്ക് വരികയായിരുന്നു അഭിമന്യു. മറ്റ് അധ്യാപകർ ഭക്ഷണം കഴിക്കാൻ പോയ സമയമായതുകൊണ്ട് ലൈബ്രറിയിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അവൻ വന്നയുടനെ കണ്ണുകൾ കൊണ്ട് തിരഞ്ഞത് മാളുവിനെയാണ്. കഴിഞ്ഞ 5 ദിവസമായി അവളുടെ ഓരോ മാറ്റങ്ങളും കഷ്ടപ്പാടും അവൻ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലൈബ്രറിയുടെ കോണിലുള്ള ടേബിൾ, പുസ്തകങ്ങൾക്ക് നടുവിൽ തലവെച്ചുറങ്ങുന്ന മാളുവിനെ അവൻ കണ്ടു. അഭിമന്യു പതുക്കെ അവളുടെ ടേബിളിനടുത്തേക്ക് നടന്നു ചെന്നു. അവിടെ എത്തിയതും അവൻ്റെ നെഞ്ചിലൊരു കൊളുത്തി വലിക്കുന്ന വേദന തോന്നി. അവളുടെ മുഖത്തെ ആ ക്ഷീണവും വാടിയ ചുണ്ടുകളും അവൻ ആദ്യമായി അത്ര അടുത്തു നിന്ന് കാണുകയായിരുന്നു. താൻ കാരണം അവൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് കണ്ടപ്പോൾ ആദ്യമായി അവന് കുറ്റബോധം തോന്നി. എന്തിനാ മാളവിക നീ ഇത്ര വാശി പിടിക്കുന്നത്? എന്നോട് വന്ന് സമയം നീട്ടി ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ? അവൻ മനസ്സിൽ ചോദിച്ചു. അറിയാതെ അവൻ്റെ വലതുകൈ പതുക്കെ അവളുടെ നെറ്റിയിലേക്ക് പാറി വീണ ആ മുടിയിഴകൾ മാടി ഒതുക്കാൻ വേണ്ടി മുന്നോട്ട് നീണ്ടു. എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ആ കൈ പിൻവലിച്ചു. അപ്പോഴാണ് മാളു തലവെച്ചുറങ്ങുന്ന ആ നോട്ട്ബുക്കിലേക്ക് അവൻ നോക്കിയത്. അസൈൻമെൻറ്റിൻ്റെ അവസാനത്തെ ടോപ്പിക്കിലാണ് അവൾ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി. അവൾ എന്താണ് തിരയുന്നതെന്നും ഏത് പുസ്തകമാണ് അവൾക്കിനി ആവശ്യമെന്നും ഒരു അധ്യാപകൻ എന്ന നിലയിൽ അവന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ബുക്ക് ലൈബ്രറിയിലെ സാധാരണ റാക്കുകളിൽ കിട്ടില്ലെന്നും റഫറൻസ് സെക്ഷനിൽ പോയി പ്രത്യേക പെർമിഷൻ എടുത്താൽ മാത്രമേ കിട്ടുകയുള്ളെന്നും അവനറിയാമായിരുന്നു. മാളുവിനെ അവിടെ തന്നെ ഉറങ്ങാൻ വിട്ടിട്ട് അഭിമന്യു വേഗം റഫറൻസ് സെക്ഷനിലേക്ക് പോയി. ലൈബ്രറിയനോട് പറഞ്ഞ് അവൾക്ക് ആവശ്യമുള്ള ആ വലിയ ബുക്ക് അവൻ എടുപ്പിച്ചു. എന്നിട്ട് അത് കൊണ്ടുവന്ന് വളരെ പതുക്കെ ഒരു ശബ്ദവും കേൾപ്പിക്കാതെ മാളുവിൻ്റെ നോട്ട്ബുക്കിന് തൊട്ടരികിലായി വെച്ചു. അവൾ ഉണരുമ്പോൾ ഈ പുസ്തകം കാണട്ടെ എന്നവൻ കരുതി. അവൾ ഉറങ്ങുന്ന മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ആരും കാണുന്നതിന് മുൻപേ അവൻ വേഗം ലൈബ്രറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും മാള് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. സമയം ഒരുപാട് പോയല്ലോ എന്നോർത്ത് വല്ലാത്തൊരു വെപ്രാളത്തോടെ അവൾ എഴുന്നേറ്റു. കണ്ണുകൾ തിരുമ്മി ചുറ്റും നോക്കുമ്പോഴാണ് അവളുടെ നോട്ട്ബുക്കിന് തൊട്ടരികിലായിരിക്കുന്ന ആ പുതിയ ബുക്ക് അവൾ കാണുന്നത്. മാള് പെട്ടെന്ന് അത് കയ്യിലെടുത്തു. അവളുടെ കണ്ണുകൾ വിടർന്നു. താൻ രാവിലെ മുതൽ അരിച്ചു പെറുക്കി അന്വേഷിച്ചിട്ടും കിട്ടാതിരുന്ന അതേ റഫറൻസ് ബുക്ക്. ഇതെങ്ങനെ ഇവിടെ വന്നു? അവൾ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൾ വേഗം പുസ്തകവുമായി ലൈബ്രറിയൻ്റെ അടുത്തേക്ക് ചെന്നു. മാഡം, ഈ ബുക്ക് ആരാ എൻ്റെ ടേബിളിൽ കൊണ്ടുവച്ചത്? കുറച്ചു നേരം മുൻപ് അവിടെ ആരെങ്കിലും വന്നിരുന്നോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ കുട്ടി. ഞാനിവിടെ വേറെ കുറച്ച് ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. ഒരുപക്ഷെ വേറെ ആരെങ്കിലും വായിക്കാൻ എടുത്തതിന് ശേഷം അവിടെ വെച്ചതായിരിക്കും, ലൈബ്രറിയൻ പറഞ്ഞു. മാളുവിന് വല്ലാത്തൊരു കൺഫ്യൂഷനായി. ആരെങ്കിലും വായിക്കാനെടുത്ത ബുക്ക് യാദൃശ്ചികമായി തൻ്റെ ടേബിളിൽ തന്നെ കൊണ്ടുവയ്ക്കുമോ?
അതോ താൻ കഷ്ടപ്പെടുന്നത് കണ്ട് ആരെങ്കിലും മനഃപൂർവ്വം തന്നെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണോ? പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് അഭിമന്യുവിൻ്റെ മുഖം കടന്നു വന്നു. ഏയ്, ഒരിക്കലുമില്ല. അയാൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമല്ലേ. അസൈൻമെൻറ്റ് പൂർത്തിയാക്കാതെ ഞാൻ അയാളുടെ മുന്നിൽ തോറ്റു നിൽക്കുന്നത് കാണാനാണ് അയാൾക്കിഷ്ടം. അങ്ങനെയുള്ള ആൾ ഒരിക്കലും എന്നെ സഹായിക്കില്ല. മാളു മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ ആരായിരിക്കും? ആ ബുക്കിൽ തഴുകിക്കൊണ്ട് മാളു വീണ്ടും തൻ്റെ ടേബിളിലേക്ക് നടന്നു. ആര് തന്നെയാണെങ്കിലും ആ സമയത്ത് തനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സഹായമായിരുന്നു അത്. ഒരു നിമിഷം ആ അജ്ഞാതനായ വ്യക്തിയോട് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് മാളു തൻ്റെ അസൈൻമെൻറ്റിൻ്റെ അവസാന ഭാഗങ്ങൾ അതിവേഗം പൂർത്തിയാക്കാൻ തുടങ്ങി. തുടരും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കഥകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കല്ലേ. അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. ഇന്നലെ എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇന്നലെ ഇടാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. നല്ലൊരു ഐശ്വര്യപൂർണ്ണമായ ഓണം എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ആറാമത്തെ പാർട്ടുമായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.